എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഫാം ടൂറിസം സെറമണി ഓഫ് എ ഡ്രീം. അങ്ങനെ പറഞ്ഞ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? അങ്ങനെയാണെന്ന് കൈയടിച്ച ഗൈസ്. അപ്പോ നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മൾ അനുമോദിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ ഒരു കൈയടി കൊടുക്കാം. ഓക്കെ. രണ്ടാമത് നമ്മൾ കൈയടി കൊടുക്കേണ്ടത് നമ്മുടെ മാനേജ്മെന്റിനാണ് അല്ലെ. കാരണം ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്തു, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ നമുക്കറിയാം, അതിന്റെ തറക്കല്ലിടുക എന്നുള്ളതാണ്. ആ സ്റ്റെപ്പിലേക്ക് നമ്മൾ ഇത്ര വേഗത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. കൊടുക്കേണ്ട നല്ലൊരു കൈയടി. അതായത് ചിന്തയിൽ മാത്രമായി ആ ഒരു സ്വപ്നം ഒതുങ്ങി നിൽക്കുകയല്ല ചെയ്തത്. ഇന്നൊരു സ്വപ്നത്തെ പൂവണിയിച്ചുകൊണ്ട് ഇന്നൊരു ഫൗണ്ടേഷൻ സെറമണി ഇവിടെ നടക്കുമ്പോൾ കൈയടി കൊടുക്കണ്ടേ നമ്മളുടെ മേജർ ആയിട്ടുള്ള മൂന്നാമത്തെ പ്രൊജക്ട് ആണ്. എന്താണ് ആദ്യത്തെ പ്രൊജക്ട്? എന്തായിരുന്നു? SWGFWA സാൻഡൽവുഡ് ബ്ലൂ ഫാമേഴ്സ്. രണ്ടാമത്തെ നമുക്ക് വാർക്കാം മുന്തിരി തോപ്പുകൾ. നമുക്ക് വാർക്കാം 3 ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. എന്താല്ലേ എന്നാ രസമല്ലേ കാണാൻ. നമുക്ക് എല്ലാവർക്കും അല്ലേ ആദ്യം തന്നെ നമുക്കറിയാം, ഏതൊരു കാര്യവും ഏതൊരു പ്രവൃത്തിയും നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ദൈവത്തിന്റെ കൈകളിൽ, പ്രപഞ്ച ശക്തി, യൂണിവേഴ്സൽ എനർജിയുടെ കൈകളിലേക്ക് നമ്മുടെ ഈ പ്രൊജക്ടിനെ സബ്മിറ്റ് ചെയ്യാം. നമ്മുടെ എല്ലാവരുടെ ഒരു ഡ്രീം കം ട്രൂ പ്രൊജക്ട് ആണ് അല്ലെ. ബൈ 1 get 1 ഉണ്ടല്ലോ അല്ലെ, ഓർമ്മയുണ്ടല്ലോ അല്ലെ. കാശ് കിട്ടേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളടച്ച് ഇതിന്റെ എല്ലാ സക്സസിനും വേണ്ടി നമുക്കൊന്ന് മൈൻഡ് ഒന്ന് പീസാക്കാം. ഓക്കെ. ചിലർക്കൊക്കെ കണ്ണുകൾ നിറയുന്നുണ്ട്, കാരണം ഈർന്നണിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ പോകുന്ന സഹിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞു വരും. ഓക്കെ. സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോ അത് ഏറ്റവും നന്നായി നടന്നു പോകാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആ പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിക്കാം. സോ അതുകൊണ്ട് കുറി വരച്ചാലും എന്ന പാട്ട് 4 ലൈൻ. കാണുന്നതും ഒന്ന്, കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന്. എന്താണ് ഈ പ്രൊജക്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അത്ര തീവ്രമായി ആഗ്രഹിച്ച് ഈ ഒരു കാര്യം സ്വപ്നം കണ്ട ഒരു വ്യക്തിയെ ഞാനൊന്ന് വിളിക്കാൻ പോകും. എന്താണ് ഈ പ്രൊജക്ട് എന്നുള്ളത് പറയാൻ. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എസൻസ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ ക്യാപ്റ്റൻ, ദ ഗ്രേറ്റ് മിസ്റ്റർ അഭിലാഷ് വി. എന്റെ വലിയൊരു സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. എന്റെ ലൈഫിൽ ഒരു ഡ്രീം ഉണ്ടായിരുന്നു, ഒരു ഫാം ഹൗസ് എന്ന് പറയുന്നത്. അത് ദൈവം ജസ്റ്റ് പെയ്ഡിൽ എന്നെ അവിടെ കൊണ്ട് എത്തിച്ചു. അതുവഴി ചെയർമാന്റെയും എന്റെയും ഒരേ ആ വേവ് ലെങ്ത് എന്ന് പറയാം, ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ രണ്ടും ഒരേ ചിന്താഗതിയിലുള്ളവരാണ്. ആദ്യം തന്നെ ഞാൻ ചെയർമാനോട് പറഞ്ഞു, ഇവിടെ ഞാൻ എന്റെ താമസം ഇങ്ങോട്ട് മാറ്റുമെന്ന് പറഞ്ഞു. എന്റേതായ ഒരു കുറച്ച് കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ എന്റെ താമസം ഇവിടെ ആയിരിക്കും. അപ്പൊ ഞാനായിരിക്കും ഇവിടെ ഇതെല്ലാം നോക്കി നടത്തുന്നതെന്ന് സാറിനോട് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാഗ്രഹം കേട്ടോ, ഒരു അന്തേവാസിയിൽ വിട്ടുടങ്ങ് കഴിയും. പിന്നെ ഷെയറും എടുത്തിട്ടുണ്ട്, 10-20 ഷെയറും ഉണ്ട്. ധൈര്യമായിട്ട് ഇവിടെ താമസിക്കുകയും ചെയ്യാം. എനിക്ക് റൂം ഇവിടെ കാണും. ഓക്കെ. അപ്പോൾ ഈ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാം വരുന്നുണ്ട്. ഇപ്പം മാനേജ്മെന്റ് പറഞ്ഞെടുത്തോളം ഒരു ഇസ്രായേൽ മോഡലിലുള്ള കൃഷി രീതികൾ നമുക്ക് വേണേൽ ആ ഒരു രീതിയിൽ പറയാം. എന്തുകൊണ്ട് ഇസ്രായേൽ എന്ന് വെച്ചാൽ ഇസ്രായേൽ ഒരു മരുഭൂമിയാണ്. അവിടെ എന്നാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എക്സ്പോർട്ട് ചെയ്ത് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ആ ഒരു അഗ്രികൾച്ചറാണ്. എന്തുകൊണ്ട് മരുഭൂമിയിൽ വിളയുന്ന അവിടെ സ്വർഗമാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ എല്ലാം കൊണ്ട് സമൃദ്ധമായ കേരളത്തിൽ ഏത് രീതിയിൽ പോകാം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ 7 ഏക്കറിനകത്ത് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പശു, ആട്, കോഴി, താറാവ് അങ്ങനെ എല്ലാം വരുന്നുണ്ട്. മൃഗങ്ങളെല്ലാം വരും. കൂടാതെ 4 ഏക്കറിനകത്ത് 2000 സാൻഡൽവുഡിനകത്ത് 60 എയർ ഫ്രെയിം കോട്ടേജുകൾ വരുന്നുണ്ട്. പിന്നെ 1 ഏക്കറിനകത്ത് ബാലൻസ് വരുന്നത് ഇപ്പൊ 7, 4, 11 പറഞ്ഞു. 1 ഏക്കറിനകത്ത് ഞാൻ അറിഞ്ഞെടുത്തോളൂ ഒരു നേഴ്സറി ഉണ്ടാവും. അതേപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ സാൻഡൽവുഡിന്റെ റിസർച്ച് സെന്റർ, അത്
ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രൈവറ്റ് സാൻഡൽവുഡ് പ്ലാന്റേഷൻ ഈ റിസർച്ച് സെന്ററും നമ്മുടെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. ഇത്രയാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. പിന്നെ ചെയർമാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. എനിവേ, വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു പുതിയ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ലാൻഡ് അന്വേഷിച്ച് നടന്ന് ലാൻഡ് കണ്ടെത്തി കഴിഞ്ഞ് വിത്തിൻ നോ ടൈം നമ്മൾ അതിന് തറക്കല്ലിടാൻ പോകാമെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ മാനേജ്മെന്റ് ഇക്കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പ്രചോദനം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് 3 ദിവസം മുമ്പ് വന്നാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന പോലെ ഇപ്പൊ നിങ്ങളെ കാണുന്നില്ലേ, വെറും 3 ദിവസം മുൻപ് ഈ താഴേക്ക് കാണുന്ന മുഴുവൻ പ്രദേശവും ഇതുപോലെയായിരുന്നു. മുഴുവൻ ആദായങ്ങളുള്ള ഒരു ലാൻഡ് മാത്രമായിരുന്നു. 3 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നത്, വെറും 3 ദിവസം കൊണ്ട്. ഇത് സാധ്യമായത് അതുപോലുള്ള കാര്യങ്ങൾ കമാൻഡ് ചെയ്യാനും അത് നടപ്പിലാക്കാനുള്ള എനർജി ഉള്ള ഒരു മാനേജ്മെന്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കും സാധ്യമാവുന്നത്. ഞാൻ 2 വാക്കുകൊണ്ട് എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. നിങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് കേട്ടിട്ടുണ്ടാവാം. എങ്കിലും ഒരു ഇന്റഗ്രേറ്റഡ് ഫാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ അപ്പുറത്ത് നമ്മുടെ റിസോർട്ടിന്റെ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ടീവായിട്ട് അവിടേക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റും ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു പ്രോജക്റ്റ് എന്ന നിലയിൽ വരികയും ആ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഇന്ന് ഇതൊരു ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റായി മാറുകയും ചെയ്യാനുണ്ടായത്. ഇതിന്റെ പല ഭാഗങ്ങളും ഞങ്ങൾ പലപ്പോഴും ഞാനും ചെയർമാനും ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരുന്നു. ആവർത്തിച്ച് ഡിസ്കസ് ചെയ്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ആശയം ഡെവലപ്പ് ചെയ്ത് വന്നു. ആശയം ട്രൂ ആയി. ഇപ്പോൾ അത് ട്രൂ ആയി മാറി. ഇതാണ് സംഭവിച്ചത്. ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഒരുപാട് കണ്ടിന്യൂസ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് വരുമ്പോൾ, വേണ്ട 1 മാസം കഴിഞ്ഞ് പോലും വരുമ്പോൾ ഇത് കുറെ കൂടി മാറിയിട്ടുണ്ടാവാം. വരുന്ന 1 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഇതിന് മറ്റൊരു ലോകമാക്കി മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ, സാധ്യമാണ്, തീർച്ചയായിട്ടും ചെയ്തിരിക്കും. നമുക്ക് ഇതിനകത്ത് 6 ഏക്കർ 12 ഏക്കറിൽ 6 ഏക്കർ സ്ഥലത്ത് നമുക്ക് ഇന്റഗ്രേറ്റഡ് ഫാമിംഗിൽ വരുന്നത് ലൈഫ് സ്റ്റോക്കിന്റെ എണ്ണം ഞാനിപ്പോൾ പറയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിപ്പോ അത്രയധികം സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. ലൈഫ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ഫ്രൂട്ട് ഓർച്ചാർഡ് വരുന്നുണ്ട്. അതുപോലെ ഫിഷ് ഫാമിംഗ് 1 ഏക്കറോളം സ്ഥലത്ത് നമുക്ക് പോണ്ടും മറ്റും അതോട് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരി ഈ ലോകത്ത് ലഭ്യമായ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫാമിംഗ് ആയിരിക്കും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുക. പ്രിയമുള്ളവരെ, എൻ്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ വയനാട് സ്വദേശിയാണ്. ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് നിങ്ങളെപ്പോലെ പല കൺസെപ്റ്റിൽ ഓടി ഒരു 10 സ്റ്റേറ്റിൽ ടീം ഇട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഇതേപോലെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ഇന്ന് ഇന്ത്യയിലില്ലാതെ തന്നെ പറയാം. കാരണം അത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ ഇതിന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ തങ്കച്ചേട്ടൻ ഇതിന്റെ ഒപ്പം തന്നെ എല്ലാ സമയത്തും ഞങ്ങൾ ഫുൾ ടൈം ഇതിന്റെ കൂടെയുണ്ട്. കൂടാതെ ഞാനൊരു വയനാട് ഹിൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാനാണ്. കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന NGOന്റെ ദേശീയ വൈസ് ചെയർമാനാണ്. അപ്പോൾ കൃഷി കാര്യങ്ങളിൽ ഞങ്ങൾ വയനാട് ഹിൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ്. ഇതിന് ഒരു 5 സയന്റിസ്റ്റുകളോളം വന്നിട്ടാണ് നമ്മുടെ ചന്ദനത്തിന്റെ കാര്യങ്ങൾ നോക്കി എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഞങ്ങളിവിടെ വന്ന് വളപ്രയോഗങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അത് IPL ബയോളജിക്കൽ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 കമ്പനീന്റെ സയന്റിസ്റ്റുകൾ ഇവിടെ വന്ന് നമുക്ക് വളപ്രയോഗങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. നിങ്ങളും അതേപോലെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യുക. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് ജോഷി ദേവസ്യ. ബേസിക്കലി ഞാനൊരു കോട്ടയംകാരനാണ്. പക്ഷേ ഇപ്പോൾ ഞാനൊരു വയനാടുകാരനും കൂടിയാണ്. കാരണം ഈ ജസ്പേഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇപ്പോൾ ഒരു 5 വർഷമാകുന്നു. ഇത് എന്നെ ഈ ഒരു നിലയിൽ ഒരു വയനാട്ടുകാരനാക്കാൻ എത്തിച്ചു. അത് തന്നെയല്ല, ഇവിടെ ഒരു റിസോർട്ടിൻ്റെ ഒരു ഓണറാക്കാൻ, ഒരു ചന്ദന പ്ലോട്ടിൻ്റെ ഓണറാക്കാൻ, അതോടൊപ്പം തന്നെ ഇപ്പം ഈ ഇവിടെ നടക്കുന്ന ഈ ഒരു ഫാം ടൂറിസത്തിൻ്റെ അതിൻ്റെ ഒരു ഓണറാക്കാൻ എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇത് വളരെയധികം ഈ ഒരു പ്രോജക്റ്റ് വലിയ സാധ്യതകളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഈ ഒരു വയനാട്ടിലേക്ക് ആക്കിയ ഈ ഗ്രേറ്റ് മാനേജ്മെൻറ്റിന് ഒരു നല്ല കയ്യടി കൊടുക്കണം. കാരണം എവിടെയൊക്കെയോ കിടന്ന് നമ്മളെ ഇങ്ങനെ ഇത്രയും പേര് ഇവിടെ കൂട്ടിച്ചേർത്തുകൊണ്ട് വയനാട്ടുകാരാക്കി. വലിയ വലിയ വിഷനോട് കൂടി ഇതൊന്നും ആയില്ല. ഇനിയും ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് ചെറിയ എന്ത് പറയും, ഇതിന് പറഞ്ഞ രാമായണമാണെങ്കിൽ മഹാഭാരതം കിടക്കുന്നതേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ സാധ്യത. അപ്പോൾ ഇനി വരാൻ പോകുന്ന മഹാഭാരതമാണ്, ഇത് രാമായണമാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. മതിയോ? ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എന്നാലും വളരെ സന്തോഷം. കാരണം ഇതൊരു ചരിത്രമാണ്. ഇന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ഉറ്റുനോക്കുന്ന വയനാടിന്റെ ചരിത്രമായിട്ട് തീർച്ചയായിട്ടും ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് 1, 2, 3 മാസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വർഷമായിരിക്കാം, 2 വർഷമായിരിക്കാം, അല്ലെങ്കിൽ 5 വർഷമായിരിക്കാം. ഇവിടെ 26 വർഷക്കാലമായിട്ട് ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MDയും ചെയർമാനും ലോകത്തിന്റെ നെറുകയിലേക്ക് നല്ല ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഈ ഒരു പദ്ധതി. യെസ് ഓർ നോ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അതിലൂടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും, സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്രോജക്റ്റിലൂടെ വയനാടിന്റെ മണ്ണിൽ 25,000 പേർക്കാണ് തൊഴിൽ കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മളെപ്പോലുള്ള ഒരുപാട് പേർ ഇപ്പോഴും ഇങ്ങനെ ഓരോ വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എത്തിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തുനിന്നും. വിവിധ, ഇനി കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നും ഒരുപാട് പേര് ഈ വയനാടിന്റെ മണ്ണിലേക്ക് എത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ചരിത്രമാണ്. അതുമാത്രമല്ല, വരുമാനത്തിന്റെ മാർഗത്തിലേക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്തുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ലേഡീസിന് അല്ലെ ഉദാത്തമായ മാതൃക കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രസ്ഥാനം അല്ലെ. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ 25 വർഷം 26 വർഷം ഇവര് കൂടെ നിലകൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു വാക്ക് അത് തന്നെയാണ്. ഭായി, എന്തുകൊണ്ട് ഈ 25-26 വർഷം റാഫി എന്തുകൊണ്ട് ഈ MDയോടും ചെയർമാനോടൊപ്പം? കൂടുതലൊന്നും പറയാനില്ല. അത് തന്നെയാണ് ജസ്പേഡിന്റെ മഹത്വവും. അതുകൊണ്ട് കൂടെ ഉണ്ടാവണം, നേടാൻ സാധിക്കട്ടെ. എന്താണോ ആഗ്രഹിക്കുന്നത് അതിലുപരി ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടാനും MDയും ചെയർമാനും പറയുന്ന പോലെ ആ സമ്പന്നത നമ്മളിലേക്ക് കൈവരാനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അതല്ലെങ്കിൽ ഏറ്റവും വലിയ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സൈനിങ് ഓഫ്, റാഫി മതിലകം, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ജസ്പേഡ്. ഇങ്ങനെ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷമുണ്ട്. ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. ഇത് ഇന്ന് യാഥാർത്ഥ്യമായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, ഒരുപാട് സന്തോഷം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ നാളുകളായിട്ട് പറയുന്ന ഒരു സ്വപ്നത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാലേ, നമ്മളെപ്പോഴും ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം നമ്മിലേക്ക് വരുന്ന എല്ലാ ആളുകൾക്കും വിഷരഹിതമായ, എല്ലാവരും ആഗ്രഹിക്കുന്ന ആരോഗ്യകരമായിട്ടുള്ള നല്ല ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംവിധാനം, അതാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ